Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 303 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള 6th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓവർ റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസും അത് എങ്ങനെയാണ് റീഡിസൈൻ ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഓഫ് 200 mm width and 400 mm effective depth reinforced with 4 bars of 16 mm diameter. Use M20 concrete and FE 415 grade steel. Redesign the beam if necessary. ഓക്കെ, ഇത് KTU 2019 ഡിസംബറിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കൊരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. അതിൻ്റെ ബ്രെഡ്ത്ത് 200ഉം എഫക്റ്റീവ് ഡെപ്ത്ത് സ്മോൾ ഡി 400ഉം ആണ്. നമ്പർ ഓഫ് ബാർസ് 4ഉം ഒരു ബാറിൻ്റെ ഡയമീറ്റർ 16 mm ആണ്. FCK 20, FY 415ഉം ആണ്. ഇനി അത് ആവശ്യമുണ്ടെങ്കിൽ റീഡിസൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബീം വരക്കാം. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ബീം. അതിൻ്റെ ബ്രെഡ് 200 ആണ്. എഫക്റ്റീവ് ഡെപ്ത്ത് ആണ് തന്നേക്കുന്നത്. എഫക്റ്റീവ് ഡെപ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതാ ഈ ബാറിൻ്റെ സെൻറ്റർ മുതൽ ഏറ്റവും ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി, അത് 400 mm എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് അതിൻ്റെ എഫക്റ്റീവ് കവർ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എഫക്റ്റീവ് കവർ എന്ന് വെച്ചാൽ ഈ ബാറിൻ്റെ സെൻറ്റർ മുതൽ താഴത്തേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് കവറായിട്ട്, അത് എഫക്റ്റീവ് കവർ നമ്മൾ ഡി ഡാഷ് എന്നാണ് കൊടുക്കുന്നത്. ഈ അനാലിസിസ് പ്രോബ്ലത്തിൽ നമുക്ക് ഡി ഡാഷ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും അത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഈ ഒരു ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഗിവൺ ഡാറ്റാസ് എഴുതാം. ബ്രെഡ്ത്ത് 200 ആണ്. എഫക്റ്റീവ് ഡെപ്ത്ത് 400 ആണ്. FY 415 Nm/mm² ആണ്. FCK 20 Nm/mm² ആണ്. ഇനി നമുക്ക് ഈ കവർ കണ്ടുപിടിക്കാനായിട്ട്, ഈ ഒരു ഡി ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോഡിൽ പറഞ്ഞേക്കുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ പേജ് നമ്പർ 47 ടേബിൾ 16ൽ നമ്മൾ കൊടുക്കേണ്ട നോമിനൽ കവറിൻ്റെ റേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബീം ഇരിക്കുന്ന എക്സ്പോഷർ കണ്ടീഷന് സിവിയർ, മോഡറേറ്റ്, എക്സ്ട്രീം സിവിയർ എന്നുള്ള രീതിയിൽ ഏത് കണ്ടീഷനാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ട കവർ കോഡ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പേജ് നമ്പർ 47 ടേബിൾ 16 എടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അസ്യൂം ചെയ്തേക്കുന്നത് മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു കോൺക്രീറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അസ്യൂം എ ക്ലിയർ കവർ ഓഫ് 30 mm. അപ്പോൾ 30 mm ഒരു ക്ലിയർ കവറായിട്ട് കൊടുക്കുക. എന്താണ് ക്ലിയർ കവർ? ഈ ബാറിൻ്റെ താഴെ മുതൽ ഇതിൻ്റെ താഴത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്ലിയർ കവർ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എഫക്റ്റീവ് കവർ ഡി ഡാഷ് ആണ്. അപ്പോൾ ഡി ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കും? ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ക്ലിയർ കവർ പ്ലസ് ഈ ബാർ ഡയമീറ്ററിൻ്റെ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ബാർ ഡയമീറ്റർ ബൈ 2. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡിസൈനിലാണ് നമുക്ക് ആവശ്യമുള്ളത്. എങ്കിലും ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോഡിൽ പറയുന്ന ക്ലിയർ കവർ എന്ന് വെച്ചാൽ ഇതാണ്, CC എന്ന് കൊടുക്കുക. നമുക്ക് വേണ്ടത് ഈ ബാറിൻ്റെ സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ഡാഷ്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ക്ലിയർ കവർ പ്ലസ് ഇവിടെ ഒരു ബാറിൻ്റെ പകുതി ആഡ് ചെയ്യുക, ബാർ ഡയമീറ്റർ ബൈ 2. ഇപ്പോൾ ക്ലിയർ കവർ 30 mm അസ്യൂം ചെയ്യാം. ബാർ ഡയമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16 ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 16/2. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡി ഡാഷ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതവിടെ എഴുതിയേക്കണം. അസ്യൂം എ ക്ലിയർ കവർ ഓഫ് 30 mm. നമ്മളെടുത്തത് മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷനാണ്. Therefore effective cover D dash is equal to clear cover plus bar diameter by 2. ക്ലിയർ കവർ ഞാൻ 30 ആണ് അസ്യൂം ചെയ്തത്. ബാർ ഡയമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16 ആണ്. അതിൻ്റെ പകുതി സോൾവ് ചെയ്യുമ്പോൾ 38 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മിനിമം 38 mm ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മിനിമം 38നെ ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് 40 mm ആക്കി പ്രൊവൈഡ് ചെയ്തു. കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ബീമിൻ്റെയൊക്കെ അനാലിസിസ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും കിട്ടിയേക്കുന്ന വാല്യൂ മിനിമം ആണ്. അതിൻ്റെ മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബീം എക്സ്ട്രാ സേഫ് ആയിരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കുള്ളൊരു വാല്യൂ നമുക്ക് റൗണ്ട് ചെയ്യാം. ഇതൊരു 38 എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു 40 mm എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്തു. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ അനാലിസിസ് പ്രോബ്ലത്തിൽ ആവശ്യമില്ല. എങ്കിലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണെങ്കിലും നമ്മളത് ചെയ്യേണ്ടി വരും.
അടുത്ത നമുക്ക് ADS-T കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് സ്റ്റീൽ. അപ്പോൾ നമുക്കറിയാം AST കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സർക്കുലർ ബാർ ആയതുകൊണ്ട് π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ ഇൻറ്റു നമ്പർ ഓഫ് ബാർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് π/4 ഇൻറ്റു ഒരു ബാറിൻ്റെ ഡയമീറ്റർ 16 ആണ്. അപ്പോൾ π/4 ഇൻറ്റു 16 സ്ക്വയർ 4 ബാറാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇൻറ്റു 4 സോൾവ് ചെയ്യുമ്പോൾ 804.25 mm² എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസിൻ്റെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് XU ആണ്. അപ്പോൾ അതെവിടെ ഉണ്ട്, പേജ് നമ്പർ 96 അനക്സ് G.1.1 IS 456 2000. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ആ ഒരു പേജ് എടുത്ത് കാണിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ആ ഒരു പേജ് നമ്പർ 96 കിടപ്പുണ്ട്. അപ്പോൾ XU/D = 0.87 FY AST / 0.36 FCK BD. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 0.87 അതുപോലെ എഴുതി. FY ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 415 ആണ്. AST നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 404. 0.36 അതുപോലെ എഴുതി. FCK എന്ന് പറഞ്ഞാൽ 20 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Bയും Dയും 200ഉം 400ഉം ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് XU/Dയുടെ വാല്യൂ, ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0.504 ആണ്. നമുക്ക് വേണ്ട XU ആണ്. XU = 0.504 ഇൻറ്റു ഈ D ഇപ്പുറത്തേക്ക് വന്നാൽ ഇൻറ്റു 400 ആവും. അപ്പോൾ നമുക്ക് 201.65 mm എന്ന് കിട്ടി. അപ്പോൾ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്, ബീമിൻ്റെ ഒറിജിനൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് 201.65 ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്, കാൽക്കുലേഷൻ ഓഫ് XU മാക്സ്. മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് പേജ് നമ്പർ 70 IS 456 പേജ് നമ്പർ 70 XU/Dയുടെ റിലേഷൻ കിടപ്പുണ്ട്. നമുക്കറിയാം നമ്മൾ FY 415 ഗ്രേഡ് സ്റ്റീലാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ XU max/Dയുടെ വാല്യൂ 0.48 ആണ്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ IS 456 പേജ് നമ്പർ 70 എടുത്തിട്ട് ഏറ്റവും താഴെ ഒരു ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ XU/D = 0.48 ആണ്, സ്റ്റീൽ 415 ഗ്രേഡ് ആണെങ്കിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, XU max = 0.48 ഇൻറ്റു 400. ഈ D ഇപ്പുറത്തേക്ക് വന്നാൽ അങ്ങനെ XU max = 192 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്, നമുക്ക് കിട്ടിയേക്കുന്ന XU ഈസ് ഗ്രേറ്റർ ദാൻ XU max. XU നമുക്ക് കിട്ടിയത് 201ഉം XU max 192 ആണ്. അപ്പോൾ XU ഗ്രേറ്റർ ദാൻ XU max ആണ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻസ് ദ ബീം ഈസ് എ ഓവർ റീഇൻഫോഴ്സ്ഡ് ബീം. ഓക്കെ, XU ഗ്രേറ്റർ ദാൻ XU max എന്ന് കിട്ടിയാൽ തന്നേക്കുന്ന ബീം ഓവർ റീഇൻഫോഴ്സ്ഡ് ആണെന്നാണ് അർത്ഥം. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് മസ്റ്റ് ബി റീഡിസൈൻഡ്. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ അത് റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് റീഡിസൈൻ ചെയ്യേണ്ടതാണെങ്കിൽ അതിന് റീഡിസൈൻ ചെയ്യണമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇത് റീഡിസൈൻ ചെയ്യുന്നത്, ഇപ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ് വരുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അസ്യൂം ദിസ് സെക്ഷൻ ടു ബി എ ബാലൻസ്ഡ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനെ ബാലൻസ്ഡ് സെക്ഷനാണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ MU ലിമിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ MU ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പേജ് നമ്പർ 96 IS 456 പേജ് നമ്പർ 96 C എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിടപ്പുണ്ട്. ഇക്വേഷൻ നമ്പർ C, MU ലിമിറ്റ് = 0.36 XU max/D ഇൻറ്റു 1 - 0.42 XU max/D ഇൻറ്റു BD² FCK. ഇതിൻ്റെ അകത്ത് 0.36 അതുപോലെ എഴുതി. XU max/D = 0.48. അതവിടെ നിന്ന് കിട്ടി. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോഴത്തേക്കും കണ്ടുപിടിച്ചിട്ടുണ്ട് 0.48 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് ഓഫ് സ്റ്റീൽ നോക്കിയിട്ട് വേണം ഈ 0.48 എഴുതാൻ. എല്ലാ ക്വസ്റ്റ്യനിലും കൊണ്ട് 0.48 എഴുതി വെക്കരുത്. ഇൻറ്റു 1 - 0.42 XU max/D = 0.48. B 200 ആണ്. D² എന്ന് പറയുമ്പോൾ 400², FCK 20 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ MU ലിമിറ്റ് നമുക്ക് കിട്ടും ഇത്രയും ന്യൂട്ടൺ mm ആണ്. ഡിവൈഡഡ് ബൈ 10⁶ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് kN/m കിട്ടും. അപ്പോൾ നമുക്ക് MU ലിമിറ്റ് = 88.3 kN/m ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഓവർ റീഇൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ നമുക്കത് റീഡിസൈൻ ചെയ്യണം. റീഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സെക്ഷനെ നമ്മൾ ബാലൻസ്ഡ് സെക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടി. ഇനി ഇതെങ്ങനെ റീഡിസൈൻ ചെയ്യുന്നത്, റീഡിസൈൻ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ മസ്റ്റ് ബി റീഡിസൈൻഡ് അസ്യൂമിങ് ദാറ്റ് ദ സെക്ഷൻ ഈസ് എ ബാലൻസ്ഡ് വൺ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ബാലൻസ്ഡ് സെക്ഷൻ ആണെന്നുള്ള അസംഷനിൽ വേണം അതിനെ റീഡിസൈൻ ചെയ്യാൻ. റീഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ DO ഒന്നും മാറ്റണ്ട, പകരം പുതിയ AST കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ XU/D, ഈ ക്വസ്റ്റ്യനിലെ ആക്ച്വൽ XU/Dനെ നമ്മൾ ബാലൻസ്ഡ് സെക്ഷൻ എന്നുള്ള രീതിയിൽ XU max/Dനോട് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, എന്താ ചെയ്യുന്നത്, വി ഹാവ് ഫ്രം IS 456 2000 പേജ് നമ്പർ 96 അനക്സ് G.1.1 അതിൽ ഇക്വേഷൻ നമ്പർ A. ഈ ഒരു ഇക്വേഷൻ നമ്മൾ XU കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്തായിരുന്നു അല്ലേ. ഇതായിരുന്നു ഇക്വേഷൻ. XU/D =
0.87 FY AST divided by 0.36 FCK BD. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ എന്ന് പറഞ്ഞാൽ ഇത് ബാലൻസ്ഡ് സെക്ഷൻ ആണെന്നാണ്. അതായത് XU/D is equal to XU max by D which is equal to 0.87 FY AST into 0.36 FCK BD. ഓക്കെ, ഇത് ആക്ച്വലി XU/Dയുടെ ഇക്വേഷൻ ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മുടെ സെക്ഷനെ ബാലൻസ്ഡ് ആക്കി എടുത്തുകൊണ്ട് നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. XU/Dയും ഈ ഒരു ഇക്വേഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് XU/D നമുക്കറിയാം എന്താണ് 0.48 ആണ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ AST കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇതിനെ നമ്മൾ ബാലൻസ്ഡ് സെക്ഷനായിട്ട് അസ്യൂം ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് AST എത്ര വേണം കൊടുക്കാൻ എന്നുള്ളത് നമുക്ക് പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു റീഡിസൈൻ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. വി ക്യാൻ കാൽക്കുലേറ്റ് ന്യൂ ഏരിയ ഓഫ് സ്റ്റീൽ, ന്യൂ AST, സോ ദാറ്റ് ദ സെക്ഷൻ വിൽ ബിക്കം ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ XU/D 0.48 ആണ്. ഇത് നമ്മൾ പേജ് 70 നിന്ന് കിട്ടുന്ന ആ വാല്യൂ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. 0.87 അതുപോലെ എഴുതി. FY ഗ്രേഡ് ഓഫ് സ്റ്റീലിനൊന്നും മാറ്റമില്ല, 415 ആണ്. AST നമ്മൾ അതുപോലെ എഴുതി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. 0.36 അതുപോലെ എഴുതി. FCK എന്ന് പറഞ്ഞാൽ 20 ആണ്. ബിയും ഡിക്കും മാറ്റമില്ല, 200ഉം 400ഉം ആണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ AST കിട്ടും, വിച്ച് ഈസ് 765.77 mm². ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡീറ്റെയിൽ വെച്ച് നമ്മൾ കണ്ടുപിടിച്ച AST എന്ന് പറഞ്ഞാൽ 804 ആയിരുന്നു. ഇനി ഈ സെക്ഷൻ ഓവർ റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് അതിന് നമ്മൾ റീഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ അത്രയും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട, പകരം 765.77 mm² ഏരിയ വരുന്ന ഏരിയ ഓഫ് സ്റ്റീൽ കൊടുത്താൽ മതി. ഇത്രയാണ് റീഡിസൈനിൽ വരുന്നത്. റീഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഫിഗർ ഒന്നുകൂടി വരക്കുക. നമ്മുടെ ബീമിൻ്റെ B is equal to 200 mm, എഫക്റ്റീവ് ഡെപ്ത് 400, D' നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 40 mm ആണ്. ഇനി കൊടുക്കേണ്ട AST എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്, 765 mm² AST കൊടുത്താൽ മതി. അതേപോലെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415ഉം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 ഗ്രേഡും ആണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിപ്പോൾ സോഫാർ ബാലൻസ്ഡ് സെക്ഷൻ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ, ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ, ഇതൊക്കെ വരുമ്പോൾ ബീമിനെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചായിരുന്നു. ഇനി അതിൻ്റെ ആ ഒരു കമ്പാരിസൺ ആണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ബാലൻസ്ഡ് സെക്ഷൻ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ, ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് സെക്ഷനിൽ എന്താണെന്ന് നോക്കാം. എ ബാലൻസ്ഡ് സെക്ഷൻ ഈസ് ദ വൺ ഇൻ വിച്ച് ദ ഏരിയ ഓഫ് സ്റ്റീൽ ഈസ് provided in such a manner that the compressive strain in concrete reaches the ultimate strain value and the tensile strain in steel reaches the yield strain simultaneously. Okay, ബാലൻസ്ഡ് സെക്ഷൻ എന്ന് വെച്ചാൽ ഐഡിയൽ കണ്ടീഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് കോൺക്രീറ്റിലെ സ്ട്രെയിനും സ്റ്റീലിലെ സ്ട്രെയിനും ഒരേ സമയത്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഈൽഡിലേക്ക് എത്തുന്നത്. ആ രീതിയിലാണ് നമ്മൾ ബാലൻസ്ഡ് സെക്ഷൻ കൊടുത്തേക്കുന്നത്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബീമിലെ കോൺക്രീറ്റും സ്റ്റീലും ഒരേപോലെ ലോഡ് ക്യാരി ചെയ്യും. അതിൻ്റെ രണ്ടിൻ്റെയും അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഒറ്റ സമയത്ത് റീച്ച് ചെയ്യുകയും ചെയ്യും. ഫെയിലിയർ ഒക്കേഴ്സ് ബൈ ക്രഷിംഗ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഈൽഡിങ് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഈ ബാലൻസ്ഡ് സെക്ഷനിൽ ഫെയിലിയർ ഉണ്ടാകുന്നത്, ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സെക്ഷൻ ഫെയിൽ ആകുന്നത് കോൺക്രീറ്റ് ക്രഷ് ചെയ്തിട്ടും സ്റ്റീൽ ഈൽഡ് ചെയ്തിട്ടുമാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഫെയിലിയർ കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് അൾട്ടിമേറ്റ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ബാലൻസ്ഡ് സെക്ഷൻ്റെ കണ്ടീഷൻ XU വിൽ ബി ഈക്വൽ ടു XU മാക്സ്. അതാണ് ബാലൻസ്ഡ് സെക്ഷൻ്റെ കണ്ടീഷനായിട്ട് വരുന്നത്. ബാലൻസ്ഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ MU ലിമിറ്റ് തന്നെയാണ്. MU ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.36 XU മാക്സ് ബൈ D ഇൻറ്റു 1 മൈനസ് 0.42 XU മാക്സ് ബൈ D ഇൻറ്റു BD² FCK. ഇത് പേജ് നമ്പർ 96 IS 456 ഓക്കെ, ഇനി അടുത്തത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്താണെന്ന് നോക്കാം. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇഫ് ദ ഏരിയ ഓഫ് ദ സ്റ്റീൽ പ്രൊവൈഡഡ് അറ്റ് എ ബീം സെക്ഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ എ ബാലൻസ്ഡ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് സെക്ഷനിൽ കൊടുത്തേക്കുന്ന ആ ഒരു ASTനേക്കാളും കുറവായിട്ടാണ് നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നതെങ്കിൽ നമ്മളതിനെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറയും. അപ്പോൾ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആവശ്യത്തിനുള്ള സ്റ്റീലിനേക്കാളും കുറച്ച് താഴെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഹിയർ ദ yield strain in steel reaches before the concrete reaches its ultimate compressive strength. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ പ്രത്യേകത സ്റ്റീൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെയിനിലേക്ക് ആദ്യം എത്തും.
കോൺക്രീറ്റ് അതിൻ്റെ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ എത്തുന്നതിന് മുമ്പ് സ്റ്റീൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെയിനിലേക്ക് എത്തും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. കാരണം സ്റ്റീൽ കുറവാണ് അല്ലേ. സ്റ്റീൽ കുറവായതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റീലിലായിരിക്കും അൾട്ടിമേറ്റ് സ്ട്രെയിൻ ആദ്യം എത്തുന്നത്, കോൺക്രീറ്റ് എത്തുന്നതിന് മുമ്പ്. ദ ഫെയിലിയർ ഈസ് ടെൻസൈൽ. അപ്പോൾ സ്റ്റീൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെയിനിൽ എത്തുന്നുണ്ട്. ഈ ഒരു അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഫെയിലിയർ ടെൻസൈൽ ഫെയിലിയർ ആയിരിക്കും. അത് ഗ്രാജുവലും ആയിരിക്കും. അപ്പോൾ ഗ്രാജുവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനഫ് വാർണിങ്സ് കിട്ടും. അപ്പോൾ ഈ അണ്ടർ റീൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സെക്ഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ അത് വളരെ ഗ്രാജുവൽ ആയിരിക്കും. നമുക്ക് ആ ഒരു കോൺക്രീറ്റ് മെമ്പർ നോക്കുമ്പോൾ അറിയാം, ആദ്യം പതുക്കെ കോൺക്രീറ്റിൽ ക്രാക്ക് വരും, ആ സമയത്ത് സ്റ്റീൽ ഈൽഡ് ചെയ്യാൻ തുടങ്ങും, അങ്ങനെ പതുക്കെ ക്രാക്ക് വരാൻ തുടങ്ങിയിട്ട് പതുക്കെ ആ സെക്ഷൻ ഫെയിൽ ചെയ്യും. അപ്പോൾ ഇനഫ് വാർണിംഗ് കിട്ടുന്നതുകൊണ്ട് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷനിൽ ഉള്ള ഒക്യുപ്പൻസിന് ആ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ആ ഒരു മെമ്പർ കൊളാപ്സ് ചെയ്യാൻ പോകുക എന്നുള്ള വാർണിംഗ് കിട്ടിയിട്ട് അവർക്ക് എസ്കേപ്പ് ആകാനുള്ള ടൈം കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കണ്ടീഷൻസ് വരുന്നത് അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് XU ലെസ് ദാൻ XU മാക്സ് ആണോ എന്ന് നോക്കിയാൽ മതി. ഒരു ബീം സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ XU ലെസ് ദാൻ XU മാക്സ് ആണെങ്കിൽ അത് അണ്ടർ റീൻഫോഴ്സ്ഡ് ആയിരിക്കും. ഫെയിലിയർ ഡക്റ്റൈൽ ഫെയിലിയർ ആണ്. അതേപോലെ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിൽ ബി ലെസ് ദാൻ MU ലിമിറ്റ് ആണ്. ഇവിടെ അത് രണ്ടും സെയിം ആണ്. ഇവിടെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ MU ലിമിറ്റ് ആണ്. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് MU കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. 0.87 FY AST ഇൻറ്റു D ഇൻറ്റു 1 മൈനസ് AST FY ഡിവൈഡ് ബൈ FCK BD. ഇതും പേജ് നമ്പർ 96 കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് വൺ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓവർ റീൻഫോഴ്സ്ഡ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും, ബാലൻസ്ഡ് സെക്ഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റീൽ എത്രയാണോ അതിനേക്കാളും കൂടുതലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെയാണ് ഓവർ റീൻഫോഴ്സ് എന്ന് പറയുന്നത്. ഓവറായിട്ട് നമ്മൾ ബാർ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ ഏരിയ ഓഫ് ദ സ്റ്റീൽ പ്രൊവൈഡഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ എ ബാലൻസ്ഡ് സെക്ഷൻ ദെൻ ഇറ്റ് ഈസ് നോൺ എസ് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓവർ റീൻഫോഴ്സ്ഡ് ആയതുകൊണ്ടെന്നാണ് ഒരുപാട് സ്റ്റീൽ നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് ആദ്യം ഏത് ഫെയിൽ ആവും, കോൺക്രീറ്റ് ഫെയിൽ ആവും. അപ്പോൾ സ്റ്റീൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ എത്തുന്നതിന് മുമ്പേ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് അൾട്ടിമേറ്റ് സ്ട്രെയിൻ റീച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റിൻ്റെ ഫെയിലിയറാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഫെയിലിയർ ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വാർണിങ്സ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ മാക്സിമം എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ദ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് റീച്ച്ഡ് ഫസ്റ്റ് ബിഫോർ ഈൽഡ് സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഒക്കേഴ്സ്. അപ്പോൾ സ്റ്റീൽ ഈൽഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു മെമ്പറിലുള്ള കോൺക്രീറ്റ് അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെയിനിലെത്തിയിട്ട് അത് കൊളാപ്സ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മെമ്പറിൻ്റെ ഫെയിലിയർ കംപ്രസീവ് ഫെയിലിയർ ആയിരിക്കും. അത് വിത്തൗട്ട് വാർണിംഗ് ആയിരിക്കും. അപ്പോൾ അതിൽ ഉള്ള ഒക്യുപ്പൻസിന് ഒരു വാർണിംഗ് കിട്ടി എസ്കേപ്പ് ആകാനുള്ള സമയം പോലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യാൻ പാടില്ല, അത് റീഡിസൈൻ ചെയ്ത് കളയണം. അപ്പോൾ എങ്ങനെയാണ് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? XU ഗ്രേറ്റർ ദാൻ XU മാക്സ് ആണോ എന്ന് നോക്കിയാൽ മതി. ഒരു സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ XU ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് അതിൻ്റെ XU മാക്സിനെക്കാളും കൂടുതലാണെങ്കിൽ അത് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് മൊമെൻറ്റ്. അപ്പോൾ ലിമിറ്റിംഗ് മൊമെൻറ്റിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അങ്ങനത്തെ ബീം ഡിസൈൻ ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ റീഡിസൈൻ ചെയ്ത് ബാലൻസ്ഡ് സെക്ഷൻ ആക്കിയിട്ട് അസ്യൂം ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ബാലൻസ്ഡ് സെക്ഷൻ, അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ തമ്മിൽ ഉള്ള ആ ഒരു ഡിഫറൻസ്. ഓക്കെ, ഈ ഒരു ലെക്ചറിൽ ഇത്രയാണുള്ളത്. ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 നമ്മുടെ അനാലിസിസ് ഓഫ് ബീം എന്ന് പറയുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്കുള്ളത് ഡിസൈൻ ഓഫ് സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമാണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മൊഡ്യൂൾ 2 ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ട് നമുക്ക് മൊഡ്യൂൾ 1 ആ ഒരു ഡിസൈൻ ഓഫ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത ലെക്ചർ മുതൽ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 നമ്മുടെ ആ ഒരു ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റിറപ്സ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൊഡ്യൂൾ 1 നമുക്ക് ഇനി ഒരു ടോപ്പിക് കൂടിയാണ് പെൻഡിങ് ഉള്ളത്, ഡിസൈൻ ഓഫ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ആ ഒരു ടോപ്പിക്കും മൊഡ്യൂൾ 2 ബാക്കി ടോപ്പിക്സും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാകുക എന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ടാണ് ഇട്ടേക്കുന്നത്. മൊഡ്യൂൾ 2 മുതൽ ട്യൂഷൻ ലെക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ട്യൂഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽ ഞാനിതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു.